നസ്കം UN എന്ന പേരുള്ള നേഴ്സിംഗ് സംഘടനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 മാസമായി തൃശ്ശൂരിൽ അമല ജൂബിലി ആശുപത്രികൾക്ക് മുമ്പിൽ സമരം നടക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമലയിലെ സമരം തീർന്നെങ്കിലും ജൂബിലിയിലെ സമരം തുടരുന്നു. ജാസ്മിൻ ഷാ എന്ന ജിഹാദി മറുനാടിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കത്തോലിക്ക സ്ഥാപനങ്ങളെ, ക്രിസ്തീയ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സമരം എന്നാണ് ഔദ്യോഗികമായി തൃശ്ശൂർ രൂപതയും രൂപത മെത്രാന്റെ ശിങ്കിടികളും പ്രചരിപ്പിക്കുന്നത്. ഇല്ലാത്ത കഥകളൊക്കെ അവർ ദിവസവും മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് 2 ദിവസം മുമ്പ് UN ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ യൂണിറ്റ് കമ്മിറ്റി എന്ന ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ആ പോസ്റ്ററിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രസ്താവന: നിലവിൽ ജൂബിലിയിൽ നടക്കുന്ന സമരം തികച്ചും ഒരു തൊഴിൽ സമരം മാത്രമാണ്. അത് സഭയ്ക്കെതിരെയോ സഭാ നേതൃത്വത്തിനെതിരെയോ തിരിച്ചുവിടാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഖേദകരമാണ്. ബഹുമാന്യനായ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഉൾപ്പെടെയുള്ള സഭാ നേതൃത്വത്തെയോ മാനേജ്മെന്റ് അധികാരികളെയോ അധിക്ഷേപിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുക എന്ന ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയകളിൽ മറുനാടൻ ഉൾപ്പെടെ ഓൺലൈൻ ചാനലുകളിലോ ഉണ്ടായിട്ടുള്ള വ്യക്തിഹത്യകളിൽ ജൂബിലി യൂണിറ്റ് കമ്മിറ്റിക്ക് യാതൊരു പങ്കുമില്ല. ആയതിനാൽ തന്നെ ഈ സമരത്തെ ഒരു തൊഴിൽ സമരമായി മാത്രം കണ്ട് ജൂബിലി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. UN ജൂബിലി യൂണിറ്റ്. ചുരുക്കി പറഞ്ഞാൽ ജൂബിലിയിലെ നേഴ്സിംഗ് സംഘടന മറുനാടനെ തള്ളിപ്പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്നവരെ കുറ്റം പറയാൻ സാധ്യമല്ല. ഈ പോസ്റ്റ് പുറത്തു വന്നതോടെ 100 കണക്കിന് ആളുകളാണ് മറുനാടനെ ജൂബിലിയിലെ നേഴ്സുമാർ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത്. നിരവധി ആളുകൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ല. ജൂബിലി യൂണിറ്റ് എന്ന പേരിൽ ഇങ്ങനെയൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് എന്ന് പോലും ഞാൻ അറിയുന്നത് ഇപ്പോൾ മാത്രമാണ്. സാധാരണ UN ഔദ്യോഗിക പേജിലോ അല്ലെങ്കിൽ ജാസ്മിൻ ഷായും ഷോബി ജോസഫും ജിതിൻ ലോഹിയും ഒക്കെ പോലുള്ള നേതാക്കളുടെയും പേജുകളിലൂടെയാണ് കാണുന്നത്. ഇത്തരം പേജുകളിലൊന്നും ഇത്തരത്തിലൊരു പരാമർശമോ പോസ്റ്റോ വരാത്തത് കൊണ്ട് തന്നെ ജൂബിലി മിഷൻ എന്ന പേരിലുള്ള ഈ പേജ് ഒറിജിനൽ ആണോ, ഇത് UN അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അന്വേഷിക്കാനും പോയില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജൂബിലി മിഷൻ ആശുപത്രിയിലെ നേഴ്സുമാരുടെ സമരത്തെ പിന്തുണയ്ക്കുന്നത് ജൂബിലി ആശുപത്രി മാനേജ്മെന്റിനോടോ സഭാ നേതൃത്വത്തോടോ വിരോധമുള്ളത് കൊണ്ടല്ല. നേരെ മറിച്ച് നേഴ്സുമാർ മാന്യമായി ശമ്പളം വാങ്ങി ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അവർക്ക് ശമ്പളം കിട്ടാനുള്ള സമരം നടത്തുന്നവരെ പിന്തുണയ്ക്കണം എന്ന ബോധ്യം കൊണ്ടാണ്. നേഴ്സിംഗ് ഒരു തൊഴിലല്ല, ഒരു ശുശ്രൂഷ മേഖലയാണ്. അതുകൊണ്ട് ശമ്പള വർധനവ് വേണ്ട എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. മറ്റു ചിലർ പറയുന്നു നേഴ്സുമാരുടെ ശമ്പളം കൂട്ടിയാൽ പാവങ്ങളുടെ പണം നഷ്ടപ്പെടും, അതുകൊണ്ട് കൂട്ടരുതെന്ന്. അത്തരം വാദങ്ങളെയൊക്കെ തമസ്കരിക്കുകയും നേഴ്സുമാർക്ക് മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നവരെ പിന്തുണയ്ക്കുന്നു. ജൂബിലിയിൽ സമരം ചെയ്യുന്ന നേഴ്സുമാരോ UN സഭാ നേതൃത്വത്തെ ഇതുവരെ കുറ്റപ്പെടുത്തി ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ വ്യക്തിപരമായി ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുകയും സഭാ നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് തെല്ലും കുറ്റബോധമില്ല. തൃശ്ശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തും സഹമെത്രാന്മാർ ടോണി നീലങ്കാവിലും അവരുടെ ദൈവവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ചിന്തകളുടെ ഭാഗമായി നേഴ്സുമാരെ മഴയും വെയിലും കൊള്ളിച്ച് ഭിന്നതയുണ്ടാക്കി നേഴ്സിംഗ് സംഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞു. മറുനാടൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സമരം തീരാത്തത് എന്ന് പറയുന്നവരോട് ചോദിക്കാനുള്ളത്. മറുനാടൻ സഭാ നേതൃത്വത്തെ വിമർശിക്കാൻ ആരംഭിച്ചത് സമരം 100 ദിവസം പിന്നിട്ട ശേഷമാണ്. 100 ദിവസം സമരം പിന്നിട്ടിട്ടും ഒത്തുതീർപ്പിനോ ചർച്ചയ്ക്കോ ഒരുങ്ങാതെ വന്നപ്പോൾ സഭാ നേതൃത്വത്തെ വിമർശിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുത്തതാണ്. UN അതിൽ ഒരു പങ്കുമില്ല. സഭാ നേതൃത്വത്തെ വിമർശിച്ച കാര്യത്തിൽ അല്പം പോലും കുറ്റബോധം എനിക്കില്ല. സഭാ നേതൃത്വം യേശുക്രിസ്തുവിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പാവപ്പെട്ട നേഴ്സുമാർ മിനിമം കൂലി കൂട്ടിച്ചോദിച്ചപ്പോൾ അവരെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നതും പാവപ്പെട്ടവർക്ക് വേണ്ടി നിലപാടെടുത്ത എന്നെക്കുറിച്ചും എൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും ഈ കുഞ്ഞാടുകളെന്ന് വിശേഷിപ്പിക്കുന്നവർ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതും. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊരു പോസ്റ്റ് വന്നത് UN നേതൃത്വം അറിയാതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം UN ആരംഭിച്ചിരിക്കുന്നു എന്ന് നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. UN ഇന്നേ വരെ നേരിട്ട വലിയ പ്രതിസന്ധികളിൽ 3ാമത്തേതായി ഇതിനെ ഞാൻ വിലയിരുത്തുന്നു. UN തകർക്കുക എന്നത് ഇവിടുത്തെ കോർപ്പറേറ്റ് ആശുപത്രികളുടെ എക്കാലത്തെയും വലിയ സ്വപ്നമാണ്. ഹസൻ കോയത്തങ്ങൾ എന്നു പേരുള്ള ഒരാളാണ് കോർപ്പറേറ്റ് ആശുപത്രി മുതലാളിമാരുടെ സംഘടനാ തലവൻ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജൂബിലിയെയും അമലയെയും തകർക്കുന്നു എന്ന് ആരോപിക്കുന്നവർ മറന്നുപോകുന്നത് ഹസൻ കോയത്തങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ കോർപ്പറേറ്റ് മുതലാളി സംഘത്തിന്റെ ഭാഗമാണ് ജൂബിലിയും അമലയും എന്നതാണ്. UN ആരംഭിക്കുന്നതിന് മുൻപ് നേഴ്സുമാർക്ക് അവർ ശമ്പളം കൊടുക്കുമായിരുന്നില്ല. UN വിജയകരമായി സമരം തുടങ്ങി വിജയിച്ചതോടെ നേഴ്സുമാർക്ക് മിനിമം വേജ് കൊടുക്കാൻ നിർബന്ധിതരായി. 2011-12 കാലഘട്ടത്തിൽ UN കേരളത്തിലെ ആശുപത്രികളിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചപ്പോൾ
ആദ്യം തന്നെ കോടികൾ വാരിയെറിഞ്ഞ് ആശുപത്രി മുതലാളിമാർ രംഗത്തിറങ്ങി. 2012 ലേക്ക് ഷോർ ആശുപത്രിയിലെ സമരമായിരുന്നു ഇതിന് വഴിത്തിരിവായി മാറിയത്. മുസ്ലിം മാനേജ്മെൻറ്റുകളെ കേന്ദ്രീകരിച്ചാണ് UNA സമരം നടത്തുന്നത് എന്ന് പറഞ്ഞ് ഷിഹാബ് എന്നു പേരുള്ള ഒരു UNA നേതാവിനെ പിടിച്ച് ആ സമരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം പൊളിക്കാൻ ശ്രമിച്ചെടുത്തായിരുന്നു ആദ്യത്തെ പ്രതിസന്ധി രൂപപ്പെട്ടത്. അന്ന് കണ്ണൂർ, കാസർഗോഡ് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സ്നാക്ക് എന്നു പേരുള്ള 10-12 ആശുപത്രികളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു യൂണിയൻ കൂട്ടായ്മയും കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് 10-15 ആശുപത്രി യൂണിറ്റുള്ള AIPNA, IRNA തുടങ്ങിയ ചില സംഘടനകളും എല്ലാം ഒരുമിച്ച് ചേർന്ന് 19 ഇടങ്ങളിൽ യൂണിറ്റുള്ള INA എന്നു പേരുള്ള ഒരു പുതിയ സംഘടനയ്ക്ക് ഷിഹാബിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്തു. അങ്ങനെയായിരുന്നു UNAയുടെ ആദ്യത്തെ പിളർപ്പുണ്ടാവുന്നത്. പക്ഷേ INAയ്ക്ക് അധികകാലം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കണ്ണൂരിൽ 1-2 ആശുപത്രികൾ മാത്രം ഒതുങ്ങുകയാണ് INAയുടെ സാന്നിധ്യം. INA യൂണിറ്റുള്ളിടത്തെല്ലാം പതിയെ UNA നിലവിൽ വന്നു. കാരണം നേഴ്സുമാർക്ക് UNAയുടെ മേൽ അത്രമാത്രം വിശ്വാസമായിരുന്നു. അക്കാലത്ത് INA വിട്ട് നിരവധി പേർ UNAയിലേക്ക് വരുന്നു. അങ്ങനെ UNAയിലെത്തിയ സിബി മുകേഷ് എന്ന ഒരാൾ സംഘടനാ നേതൃത്വത്തിലുള്ള യുവതിയെ പീഡിപ്പിച്ചു എന്ന കേസുണ്ടാവുന്നു. ഈ കേസ് നിലവിൽ വന്നപ്പോൾ ജാസ്മിൻ ഷാ സഹായിച്ചില്ല എന്ന പരാതി അയാൾക്കുണ്ടാവുന്നു. പിന്നീട് യുവതി വിദേശത്തേക്ക് പോയതുകൊണ്ട് കേസ് ഫോളോ അപ്പ് ചെയ്യാതെ അയാൾ കുറ്റവിമുക്തനായി. ഏതാണ്ട് 2 ആഴ്ചയിലധികം ആ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന സിബി മുകേഷിനെ ജാസ്മിൻ ഷായോട് പകയുണ്ടാവുകയും ജാസ്മിനെതിരെ കള്ളപ്പരാതിയുമായി രംഗത്ത് വരികയും ഈ അവസരം CPIM മുതലെടുക്കുകയും ചെയ്യുന്നു. സിബി മുകേഷ് CA2 നേഴ്സിംഗ് സംഘടനയുടെ നേതാവായി മാറുകയും UNA CA2 ഭീഷണിയാകും എന്ന് തിരിച്ചറിഞ്ഞ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം UNA പൂട്ടാൻ ജാസ്മിൻ ഷാ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിലടക്കുകയും ചെയ്യുന്നു. വലിയ പ്രതിസന്ധിയിൽപ്പെട്ടു UNA അന്ന്. എക്കാലത്തും ഒപ്പമുണ്ടായിരുന്ന മറുനാടൻ അക്കാലത്തും ശക്തമായി പിന്തുണച്ചു. ആ കേസൊന്നും UNAയെ തകർത്തില്ല. പൂർവാധികം ശക്തിയോടെ UNA വീണ്ടും ശക്തിപ്പെടുന്നു. ആ UNA തകർക്കാനാണ് തൃശ്ശൂർ രൂപതാധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തീവ്ര ശ്രമം നടക്കുന്നത്. അതുകൊണ്ടാണ് ജാസ്മിൻ ഷാ മുസ്ലിം ആയതുകൊണ്ട് ഇത് ക്രിസ്ത്യൻ ആശുപത്രികൾ തകർക്കാനുള്ള ഒരു മുസ്ലിം ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും വിശ്വാസികളെ രംഗത്തിറക്കി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതും. അതിൽ അറിഞ്ഞോ അറിയാതെയോ ഷോബി ജോസഫ് എന്ന UNAയുടെ സംസ്ഥാന പ്രസിഡന്റ് വീണുപോയി എന്ന് ആശങ്കപ്പെടേണ്ട സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. ഷോബി ജോസഫിൻ്റെ വാക്കുകളും പ്രവൃത്തിയും നിശബ്ദതയും ഒക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വിധത്തിൽ വലിയ ഇടപെടലുകൾ നടത്തി അവസാനിപ്പിച്ച അമലയിലെ സമരം അവസാനിപ്പിച്ച ശേഷവും തുടരുന്ന സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ ഷോബിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് സംശയിക്കുന്നവർ UNAയിൽ ഏറെയുണ്ട്. ഇപ്പോൾ UNA ജൂബിലി കമ്മിറ്റിയുടെ പേരിൽ ഇങ്ങനെ പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നിലും ഷോബിയുടെ സ്വാധീനമുണ്ടെന്ന് സംശയിക്കുന്നവർ പലരുണ്ട്. സഭാ നേതൃത്വം ഷോബിയെ വലവീശി പിടിച്ചെന്നും മുസ്ലിം ആശുപത്രികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2012 ഷിഹാബിനെ മുമ്പിൽ നിർത്തി കളിച്ച അതേ തറക്കളി ക്രിസ്ത്യൻ ആശുപത്രികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഷോബിയെ മുൻപിൽ നിർത്തി കളിക്കുന്നു എന്നും ആരോപണം ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ തോറ്റതിനേക്കാൾ ദയനീയമായ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഇങ്ങനെയൊരു നാണം കെട്ട പ്രസ്താവനയുമായി രംഗത്തിറങ്ങുമോ എന്നാണ് നേഴ്സുമാർ തന്നെ ചോദിക്കുന്നത്. വാസ്തവത്തിൽ സർക്കാരിൻ്റെ കാലാവധി കഴിയാനിരിക്കുമ്പോൾ ഇടക്കാല ആശ്വാസത്തിന് വേണ്ടി സമരം തുടങ്ങുന്നത് അനുചിതമാണെന്നും സർക്കാർ മാറിക്കഴിഞ്ഞാൽ സമരം തീരുന്നതിന് തടസ്സമാകുമെന്നും ജാസ്മിൻ ഷാ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചായിരുന്നു ആദ്യം തന്നെ സമരം പ്രഖ്യാപിച്ചത്. സർക്കാർ വീഴുന്നതിന് മുമ്പ് തന്നെ ഒട്ടുമിക്ക ആശുപത്രികളിൽ സമരം തീർത്തു. എന്നാൽ ഈ 2 ആശുപത്രികളിൽ സമരം നീണ്ടുപോയി. പുതിയ സർക്കാർ സമയം ചോദിച്ചതോടെ സമരം തീരാൻ വഴികളില്ലാതായി. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോബിയുടെ നേതൃത്വത്തിൽ ചിലരെ സഭാ നേതൃത്വം എങ്ങനെയോ വശീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇങ്ങനെ കീഴടങ്ങിക്കൊണ്ട് ജയിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന നേഴ്സുമാരുടെ എണ്ണം പെരുകുന്നു. എന്തായാലും UNAയുടെ 3ാമത്തെ വലിയ പ്രതിസന്ധിയാണ് തീരാത്ത ജൂബിലി സമരത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. കോടികൾ മാരികറിഞ്ഞ് കോർപ്പറേറ്റ് ആശുപത്രികൾ ഇത്രകാലം ശ്രമിച്ചിട്ടും നടക്കാത്തത് കൃത്യമായി വർഗീയ കാർഡിറക്കി തൃശ്ശൂർ സഭാ നേതൃത്വം നേടിയെടുക്കുന്ന സൂചനയാണ് പുറത്തു വരുന്നത്. UNAയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് ജൂബിലി ആശുപത്രിയിലെ സമരം മാത്രമല്ല, UNA എന്ന സംഘടനയിലെ ആഭ്യന്തര പ്രശ്നമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, UNAയുടെ ഔദ്യോഗിക പദവിയൊന്നും വഹിക്കാതെ നിസ്വാർത്ഥമായി ലാഭേച്ഛയില്ലാതെ പിന്തുണയ്ക്കുന്നതാണ് ഈ സംഘടനയെ. UNAയിലെ ഏതെങ്കിലും ഒരു നേതാവോ സംഘടന മൊത്തമോ ഒരു നിലപാടെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ മറുനാടൻ നിലപാട് മാറ്റാറില്ല. കള്ളനെ കള്ളൻ എന്ന് തന്നെ വിളിക്കുന്ന മറുനാടൻ നിലപാട് എക്കാലവും അങ്ങനെ തന്നെ തുടരും.